അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് ഖുർആനിലൂടെ നമ്മളോട് പറയുകയാണ്. അല്ലാഹു ഖുർആനിലൂടെ ഖിയാമത്ത് നാൾ വരെയുള്ളവരോട് പറയുകയാ. എന്നിട്ട് അല്ലാഹു പ്രവാചകന്മാരോടും പറയുകയാണ്. അതാ ഖുർആൻ പറയുന്നു, ഫതവക്കൽ അലല്ലാഹ് ഇന്നക അലൽ ഹഖിൽ മുബീൻ. അല്ലാഹുവിന്റെ പ്രവാചകന്മാരോട് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് പറഞ്ഞു കൊടുത്തു എന്ന് ഖുർആൻ പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, അത് പറഞ്ഞാൽ അല്ലാഹു തരുന്ന ഒന്നാമത്തെ പ്രതിഫലമെന്താ? തവക്കൽതു അലല്ലാഹ് എന്ന് പറയുന്ന ഒരു മനുഷ്യർ അല്ലാഹു കൊടുക്കുന്ന ഒന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, ഫൈദാ അസംത ഫതവക്കൽ അലല്ലാഹ് ഇന്നല്ലാഹ യുഹിബ്ബുൽ മുതവക്കിലീൻ. ഈ സദസ്സിലിരുന്നവർ ഇന്നത്തെ ദിവസം ഒരു പ്രാവശ്യമെങ്കിലും പറഞ്ഞവര് കൈവെക്കാൻ പറയുമ്പോ നമ്മളിൽ പലരും കൈവെക്കാൻ കഴിയുന്നില്ല. എന്തുകൊണ്ടാണെന്നറിയുമോ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, അല്ലാഹു ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രമേ അത് പറയാൻ കഴിയൂ. അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്ക് മാത്രമേ ഖുർആൻ പറയുകയാ, ഫൈദാ അസംതും ഫതവക്കൽ അലല്ലാഹ് ഇന്നല്ലാഹ യുഹിബ്ബുൽ മുതവക്കിലീൻ. പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, അമ്മ ഇഷ്ടപ്പെട്ടവർക്കേ അത് പറയാൻ കഴിയൂ, അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്കേ പറയാൻ കഴിയൂ. സഹോദരാ, ആരാ നിന്നെ ഇഷ്ടപ്പെടുന്നതെന്നറിയുമോ? ഈ ലോകം മുഴുവനും അടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലക്കുൽ ജബ്ബാർ, ലോകത്തിന്റെ അധിപനായ പടച്ച റബ്ബ് നിന്നെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, അല്ല നിന്നെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ എന്തിനാ സഹോദരാ നീ ഭയപ്പെടുന്നത്? അല്ലാഹുവിന്റെ സ്നേഹം കിട്ടിയാ പിന്നെ നിനക്ക് എന്തേ വേണ്ടത്? അല്ലാഹു ഒരു മനുഷ്യനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അല്ലാഹു തന്റെ മലക്കുകളെ വിളിച്ച് പറയുകയാ, മലക്കുകളെ ഞാൻ ഒരാളെ ഇഷ്ടപ്പെടുന്നുണ്ട്, നിങ്ങളും ഇഷ്ടപ്പെടണേ. ജിബ്രീലിനോട് വിളിച്ചു പറഞ്ഞു, ജിബ്രീൽ മറ്റുള്ള മലക്കുകളോട് പറഞ്ഞു, അവസാനം ലോകത്തുള്ളവരോട് മുഴുവനും വിളിച്ചു പറയുകയാണ്, അല്ലാഹു അവന്റെ മലക്കുകളും ഒരു മനുഷ്യനെ ഇഷ്ടപ്പെടുന്നു, നിങ്ങളും ഇഷ്ടപ്പെടണേ എന്നവിടെന്ന് വിളിച്ചു പറയുമെന്ന് ചരിത്രങ്ങളെ പറയുമ്പോ തവക്കൽതു അലല്ലാഹ് എന്ന് എല്ലാവർക്കും പറയാൻ കഴിയില്ല. അത് എന്തുമാകട്ടെ, വണ്ടിയിൽ കയറുമ്പോഴാകട്ടെ, കച്ചവടത്തിന് പോകുമ്പോഴാകട്ടെ, വീട് വെക്കുമ്പോഴാകട്ടെ, മക്കളെ പറഞ്ഞു വിടുമ്പോഴാകട്ടെ, ഏത് കാര്യത്തിന് പോകുമ്പോഴും അത് നാവിന്റെ മുമ്പിൽ വരണ്ട ഒരു ദിക്റാ, നാവിന്റെ തുമ്പിലേക്ക് കടന്നു വരണ്ട ഒരു ദിക്റാണ്. അങ്ങനെ പറയുന്ന ഒരു സ്വഭാവം നിങ്ങളിൽ ആർക്കെങ്കിലും ഉണ്ടോ? നിങ്ങളെ ഈ ലോകത്തിന്റെ അധിപനായ പടച്ച റബ്ബിന് നിന്നെ വല്ലാത്ത ഇഷ്ടമാ. അങ്ങനെ പറയുന്നവര് അല്ലാഹുവിനെ വല്ലാത്ത ഇഷ്ടമാ. അല്ലാഹുവിനൊരു മനുഷ്യനെ ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരാള് ഈ ലോകത്തിന്റെ അധിപനായ പടച്ച റബ്ബ് ഇഷ്ടപ്പെട്ട അവൻ ആരാണെന്നറിയോ? അവൻ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? ലം യുഅദ്ദിബഹു അബദാ. പിന്നെ ഒരിക്കലും അല്ലാഹു അവന് നരകത്തിലിടാൻ. അല്ലാഹു ഒരാളെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ഒരു കാലത്തും അല്ലാഹു അവനെ ശിക്ഷിക്കുകയില്ല, അവനെ നരകത്തിലേക്ക് വലിച്ചെറിയില്ല, അവന് പരലോകത്ത് പ്രയാസപ്പെടേണ്ടി വരില്ല എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ പറഞ്ഞു തരുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ വിശദീകരിക്കുന്നില്ല. തവക്കൽതു അലല്ലാഹ് എന്ന് പറയുന്ന ഒരു സ്വഭാവം നമ്മളിൽ ആർക്കാവുള്ളത്? അവൻ അല്ലാഹു കൊടുക്കുന്ന ഒന്നാമത്തെ പ്രതിഫലം അല്ലാഹുവിന്റെ ഇഷ്ടം അവന് ലഭിക്കുകയാണ്. അതുകൊണ്ട് ഇനിയെങ്കിലും നിങ്ങൾ തീരുമാനിക്കണേ, ഇനിയെങ്കിലും നിങ്ങൾ പറയണേ, ഇനിയെങ്കിലും നിങ്ങൾ പറയണേ, അത് പറയുന്നവരെ അല്ലാഹുവിന് വല്ലാത്ത ഇഷ്ടമാണെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ.
പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, തവക്കൽതു അലല്ലാഹ് എന്ന തന്റെ കാര്യങ്ങൾ അല്ലാഹുവിനെ പരമേൽപ്പിക്കുന്നവനുണ്ടല്ലോ, അവൻ അല്ലാഹുവിന് വല്ലാത്ത ഇഷ്ടമാണ്, അവൻ അല്ലാഹുവിന് വല്ലാത്ത ഇഷ്ടമാണ്. ഖുർആൻ പറയുന്ന രണ്ടാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? വമൻ യതവക്കൽ അലല്ലാഹ് ഫഹുവ ഹസ്ബുഹു ഇന്നല്ലാഹ ബാലിഗു അംരിഹി ഖദ് ജഅലല്ലാഹു ലികുല്ലി ശൈഇൻ ഖദറാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, തവക്കൽതു അലല്ലാഹ് എന്ന് പറയുന്ന ഒരു മനുഷ്യന് അല്ലാഹു കൊടുക്കുന്ന രണ്ടാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? അവൻ അല്ലാഹു മതിയാകുമപ്പോ, അവൻ അല്ലാഹു മതിയാവുകയാണ്. പടച്ചറപ്പുണ്ടല്ലോ, എന്റെ കൂടെ പടച്ചറപ്പുണ്ടല്ലോ, അവനല്ല മതി എല്ലാ വിഷയത്തിലും, ഏത് കാര്യത്തിലും അവന് പടച്ചറപ്പുണ്ടല്ലോ. അള്ളയുണ്ടെന്നുള്ള ധൈര്യമാണ്, അള്ളയുണ്ടെന്നുള്ള ധൈര്യമാണ്. എന്റെ പ്രിയപ്പെട്ടവരോ, മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം, നമ്രൂദ് എന്ന് പറയുന്ന ഭരണാധികാരി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ പിടിച്ചു കെട്ടിക്കൊണ്ട് വരികയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് ഭയാനകമായ തീക്കൊണ്ടാരത്തിലേക്ക് വലിച്ചെറിയാറ്. ഒരു വലിയ കിണറെടുത്തിട്ട്, ഒരു വലിയ കുടിയെടുത്തിട്ട് ആ കുടിക്കകത്ത് വിറകുകൾ ശേഖരിച്ചുകൊണ്ട് വരികയാണ്. എല്ലാവരും നേർച്ച ചെയ്തിട്ടാണ് കൊണ്ടുവന്നത്. അങ്ങനെ ഭയാനകമായ ഒരു തീക്കൊണ്ടാരമുണ്ടാകും, ഭയാനകമായ തീക്കൊണ്ടാരമുണ്ടാക്കുകയാണ്. അടുത്തേക്ക് ഒരു മനുഷ്യന് പോകാൻ കഴിയുന്നില്ല. അതാ ആകാശത്തിലൂടെ പറന്നു പോകുന്ന പറവുണ്ടല്ലോ, അതുപോലെ കരിഞ്ഞു വീഴുന്ന രീതിയിൽ ഭയാനകമായ ഒരു തീക്കൊണ്ടാരമുണ്ടാക്കുകയാ. ഇബ്രാഹിം നബി അടുത്തു കൊണ്ടുപോയി തെള്ളിയിടാൻ പറ്റാതെ വന്നപ്പോ അമ്പും വില്ലും തയ്യാറാക്കുകയാണ്. എന്നിട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കൈകാലുകൾ കെട്ടിവെച്ചിരിക്കുകയാണ്. എന്നിട്ട് അതിനകത്തേക്ക് എഴുതിവിടാൻ തയ്യാറാക്കി നിർത്തുമ്പോ അതാ വരുന്ന മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരികയാണ്. അല്ലാഹുവേ, മൂസാ അതാ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് ചോദിക്കുകയാണ്, നബിയേ, ഒന്നനുവാദം തന്നുകഴിഞ്ഞാൽ, ഒന്നനുവാദം തന്നുകഴിഞ്ഞാൽ ഈ കാണുന്ന ഭയാനകമായ തീകൊണ്ടാരം ഞാൻ അണച്ചുകളയാ. അങ്ങയെ രക്ഷപ്പെടുത്താനടിയോ, അങ്ങയെ രക്ഷപ്പെടുത്താനടിയോ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? ജിബ്രീലേ, നിന്റെ സഹായം എനിക്ക് വേണ്ട, നിന്റെ സഹായം എനിക്ക് വേണ്ട. എന്നെ പടച്ച റബ്ബുണ്ടല്ലോ, അല്ലാഹുവിനെ സഹായിക്കണം, ആ പടച്ച റബ്ബിനെ കൈവിടില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞ മറുപടിയാണ്, പടച്ചവനെ, നമ്രൂദിന്റെ നമ്രൂദെന്ന് പറയുന്ന ഭരണാധികാരി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ആ ഭയാനകമായ തീക്കൊണ്ടാരത്തിലേക്ക് വലിച്ചെറിഞ്ഞല്ലോ. ആഴ്ചകൾ കടിഞ്ഞപ്പോ ശരീരത്തിലെ ഒരു രോമം പോലും കഴിയാതെ. ഇത് സിനിമ കഥയല്ല ചെറുപ്പക്കാരാ. കുല്യാനാറുക്കോണി ബർദം വസലാമൻ അലാ ഇബ്രാഹിം. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞ ചരിത്രമാ. ശരീരത്തിലെ ഒരു രോമം പോലും കരിയാതെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആ ഭയാനകമായ തീക്കൊണ്ടാരത്തിനകത്ത് നിന്ന് എഴുന്നേറ്റ് വന്നു എന്ന ചരിത്രം പറയുന്നു. എന്റെ പ്രിയപ്പെട്ടവരോ, അല്ല മതി സഹോദരാ, നമ്മുടെ മാതാപിതാക്കളെ കുറിച്ച് ചിന്തിക്കുക. ഇന്നത്തെ ചെറുപ്പക്കാര് ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രയാസം വന്നാൽ, എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാൽ, സാമ്പത്തികമായി നഷ്ടം വന്നാൽ, എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ വല്ലാതെ സങ്കടപ്പെടുന്നവരാ. എന്നാ നമ്മുടെ മുൻകാണികളായ നമ്മുടെ പിതാക്കന്മാർ പടച്ചവനെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രയാസം വന്നാ അവര് കള്ളശാപ്പില് പോകുന്നവരല്ല,
കടത്തിണ്ണയിൽ പോയിരിക്കുന്നവരല്ലോ അല്ലാഹുവിന്റെ പള്ളിക്കകത്ത് പോയിട്ട് 2 റക്അത്ത് നിസ്കരിച്ചിട്ട് അവര് പടച്ച റബ്ബിനോട് അവരുടെ പ്രയാസങ്ങൾ പറഞ്ഞിട്ട് അവര് പരിഹാരം കണ്ടവരാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, അല്ല മതിയാവുകയാണ്, അല്ല മതിയാവുകയാണ്. അവനൊരു കാര്യമറിയാ, ആര് സഹായിച്ചില്ലെങ്കിലും എന്റെ റബ്ബെന്നെ സഹായിക്കുമെന്ന്. ആര് സഹായിച്ചില്ലെങ്കിലും എന്റെ പടച്ച റബ്ബെന്നെ കൈവിടില്ല എന്ന് പറയുന്ന ഒരു വിശ്വാസമുണ്ടല്ലോ. ആ ഒരു വിശ്വാസമാണ് നമുക്ക് വേണ്ടത്, ആ പ്രതീക്ഷയാണ് നമുക്ക് വേണ്ടത്. എന്റെ പ്രിയപ്പെട്ടവരെ, 2 കൈയും ഉയർത്തിപ്പിടിച്ചിട്ട് പടച്ച റബ്ബിനോട് പറഞ്ഞിട്ട് നമ്മുടെ മുൻഗാമികളെ പരിഹാരം കണ്ടെത്തുന്നവരാ. അതാ ഇബ്രാഹിം നബി പറഞ്ഞു, ഹസ്ബുനല്ലാഹ് ഹസ്ബുനല്ലാഹ്, എനിക്ക് അല്ല മതി, എനിക്ക് അല്ല മതി. ഇതാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞ മറുപടി. നിങ്ങളെ ഈ ദിക്റ് പഠിച്ചു വെക്ക്. നിങ്ങളെ ജീവിതത്തിൽ എത്ര വലിയ പ്രയാസം വന്നാലും എന്ത് പ്രതിസന്ധി വന്നാലും അല്ലാഹുവേ ചെറുപ്പക്കാരോട് പറയുകയാ, മക്കളെ ജീവിതത്തിൽ പ്രയാസങ്ങൾ കടന്നു വരുമ്പോ, ജീവിതം അവസാനിപ്പിക്കണമെന്ന് തോന്നുമ്പോ, ജീവിതം മതിയായെന്ന് തോന്നുമ്പോ, ചാകണമെന്ന് തോന്നുന്ന അവസാന സമയമുണ്ടല്ലോ, ആ അവസാന സമയം എവിടെയെങ്കിലും ഇരുന്നിട്ട് നെഞ്ചത്ത് കൈവച്ചിട്ട് അതാ നിനക്ക് പറയാൻ കഴിയുമോ, ഹസ്ബുനല്ലാഹ് ഹസ്ബുനല്ലാഹ്, പറയാൻ കഴിഞ്ഞ മനസ്സിന് വല്ലാത്തൊരു സമാധാനമാ, മനസ്സിന് വല്ലാത്തൊരു സമാധാനമാ. അതുകൊണ്ട് പടച്ചവനെ, നമുക്ക് അല്ലാഹു മതിയാവുകയാണ്. എന്തിനാണ് ഞാനിത് പറഞ്ഞതെന്നറിയുമോ എന്റെ പ്രിയപ്പെട്ടവരെ? നമ്മൾ പോകുന്ന കാലഘട്ടം വളരെ മോശമായ ഒരു കാലഘട്ടമാണ്. രാജ്യത്തിന്റെ പോക്ക് എങ്ങോട്ടാണെന്നറിയില്ല. ഇലക്ഷൻ പടിവാതിൽ വന്ന് നിൽക്കുകയാണ്. എവിടെയും വലിയ വലിയ രാഷ്ട്രീയ ചർച്ചകൾ നടക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, വല്ലാത്തൊരു പ്രതിസന്ധികളുടെ കാലഘട്ടത്തിലാണ് നമ്മൾ കഴിയുന്നത്. എവിടെയും ഈ ഉമ്മത്ത് ഒറ്റപ്പെടുത്തുന്ന അവസ്ഥയാണ്. അതാ വരുന്നവനും പോകുന്നവനും കല്ല് പറക്കി എറിയുന്നത് പോലെ മുസ്ലിം സമുദായത്തിന് എറിയുന്ന ഒരു സാഹചര്യമാണ്. നമ്മുടെ വിഷയത്തിൽ എല്ലാവരും ഒറ്റക്കെട്ടാണ്. വലിയ പ്രയാസമാണ്, വലിയ പ്രയാസമാണ്, വലിയ പ്രതിസന്ധിയാണ്. ഉസ്താദേ, നമ്മളൊക്കെ എന്ത് ചെയ്യുമെന്ന് വല്ലാതെ ഭയപ്പെടുന്ന സമയമാണ്. സഹോദരാ, അള്ളയല്ലേ നമ്മുടെ കൂടെയുള്ളത്, അള്ളയല്ലേ നമ്മുടെ കൂടെയുള്ളത്. പലരും പറയുന്ന ഉസ്താദേ, ഓരോ നിയമങ്ങൾ പാസാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏക സിവിൽ കോഡ് പടിവാതിൽ വന്ന് നിൽക്കുകയാണ്. എൻആർസി നടപ്പാക്കാൻ പോവുകയാണ്. 400 സീറ്റ് കിട്ടുമായില്ല. അധികാരം മുഴുവനും അവരുടെ കൈ കീഴിലേക്ക് പോകാൻ പോവുകയാണ്. വലിയ പ്രതിസന്ധിയുടെ നടുവില് എല്ലാവരും ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ട് നടക്കുമ്പോ, ഈ മുസ്ലിമേ, ഇടയ്ക്കിടയ്ക്ക് നീ ആരാണെന്ന് നീ എന്ന് ചിന്തിക്കുന്നത് നല്ലതാ. എന്തിനാ സഹോദരാ ഉമ്മത്തിന് ഭയമാണ്? അല്ലാഹനെ ഒരാൾക്കും പേടിയില്ല, അല്ലാഹനെ ഒരാൾക്കും പേടിയില്ല. ഭയമൊക്കെ വേറെ ആൾക്കാരെയാണ്. ഭരണമൊക്കെ അതാ നേതാക്കന്മാരെയാണ്, ഭരണാധികാരികളുടെ വലിപ്പം കണ്ട് ഭയപ്പെടുന്നവരെ. ഞാൻ നിങ്ങളോട് ചോദിക്കുകയാ, നിങ്ങൾ ആരാണെന്നറിയുമോ? നമ്മൾ ആരാണെന്നറിയുമോ? നമ്മളൊക്കെ മുസ്ലിമീങ്ങളല്ലേ സഹോദരാ? ജനിച്ചപ്പോഴേ ഒരു ചെവിയിൽ ബാങ്ക് കൊടുത്തിരിക്കുകയാ. നമ്മളാരാ? നമ്മൾ ഉമ്മാടെ വയറ്റിൽ കിടക്കുമ്പോൾ എത്രാമത്തെ വയസ്സിൽ എവിടെ കിടന്ന് എങ്ങനെ മരിക്കുമെന്നല്ല തീരുമാനിച്ചു വെച്ചിരിക്കുകയാ. സിറാജ് ഉമ്മയുടെ ഗർഭാശയത്തിൽ കിടന്ന് മാസങ്ങൾ മാത്രം പ്രായമായപ്പോ, അല്ലാഹുവേ, എന്റെ ഉമ്മയുടെ വയറ്റിൽ കിടക്കുമ്പോഴേ സിറാജ് എത്രാമത്തെ വയസ്സിൽ എവിടെ കിടന്ന് എങ്ങനെ മരിക്കുമെന്ന് അല്ലാഹു എഴുതി വെച്ചിരിക്കുകയാ. ഞാൻ പത്തനാപുരംകാരനാണ്. ആ പത്തനാപുരത്ത് കിടക്കുന്ന ഞാന് ഇന്ന് നിങ്ങളുടെ നാട്ടിൽ വന്നിട്ട് ഒരു ചെറുപ്പക്കാരന്റെ വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കാൻ പോയല്ലോ. ഞാൻ തിന്നുന്ന ഭക്ഷണത്തിന്റെ മുകളിൽ എന്റെ പേരെഴുതി വെച്ചിട്ടുണ്ട്. പത്തനാപുരത്ത് കിടക്കുന്ന ഞാന് ഇന്ന് ഇവിടെ വന്നിട്ട് വഴുതു പറയാൻ വന്നൊന്നുമല്ല. എനിക്ക് ഈ നാട്ടുകാരനായ ഒരു സഹോദരന്റെ വീട്ടിൽ ഭക്ഷണം എഴുതിയിട്ടുണ്ട്, അത് കഴിക്കാനാ ഞാൻ വന്നത്. എടോ, ഞാൻ തിന്നേണ്ട ഭക്ഷണത്തിന്റെ മുകളിൽ അല്ല എൻ്റെ പേരെഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾ ആരെങ്കിലും തിന്നുവോ?
നിങ്ങൾ ആരെങ്കിലും തിന്നോ? എൻ്റെ പേരെഴുതിയ ഭക്ഷണം നിങ്ങൾ ആരെങ്കിലും തിന്നോ? തിന്നൂല്ല. അവനുള്ളത് അവൻ അല്ലാഹ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഉമ്മയുടെ ഗർഭാശയത്തിൽ കിടക്കുമ്പോഴേ അല്ലാഹ് എല്ലാം എഴുതി വെച്ചിരിക്കുക. പിന്നെ നമ്മൾ എന്തിനാ ജനിച്ചപ്പോ തന്നെ ബാങ്ക് വിളിച്ചെന്തിനാ? ഇഖാമത്ത് കൊടുത്തതെന്തിനാ? നീ മരിച്ചു കഴിഞ്ഞാൽ ബാങ്ക് വിളിക്കാ സമയമില്ല, ഇഖാമത്ത് കൊടുക്കാ സമയമില്ല. പെട്ടെന്ന് കൊണ്ടുപോയി ഖബറടക്കാനുള്ളതാണ്. അതുപോലും വിളിച്ചു വെച്ചിരിക്കുകയാണ്. എന്തിനാ സഹോദരാ ഭയപ്പെടുന്നത്? എന്തിനാ സഹോദരാ ഭയപ്പെടുന്നത്? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, നമ്മൾ ഭയപ്പെടേണ്ടവരല്ല. നമ്മൾ മുസ്ലിമീങ്ങളാണ്, നമ്മൾ മുഅ്മിനീങ്ങളാണ്, നമ്മൾ ഒരു അല്ലാഹുവിൽ വിശ്വസിക്കുന്നവനാണ്. ആ അല്ലാഹയാണ് എല്ലാവരെയും പടച്ചത്. ആ റബ്ബ് നമ്മുടെ കൂടെയുണ്ടെങ്കിൽ പിന്നെ എന്തിനാ നമ്മൾ ഭയപ്പെടുന്നത്? ഞാൻ നിങ്ങൾക്കൊരു ചരിത്രം പറഞ്ഞു തരട്ടെ. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹുവിന്റെ പ്രവാചകനതാ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകാൻ തീരുമാനിക്കുകയാ. കാരണം മക്കയിൽ വല്ലാത്ത പീഡനമാണ്, സഹിക്കാൻ കഴിയാത്ത പീഡനമാണ്. അതുകൊണ്ട് അനുയായികളെ മുഴുവനും ആദ്യം തന്നെ നബി തങ്ങളെ മദീന എന്ന് പറയുന്ന നാട്ടിലേക്ക് പറഞ്ഞു വിട്ടു. അവസാനം നേതാവാണ് പോകുന്നത്. നേതാവെന്ന് പറഞ്ഞാൽ ഇങ്ങനെയായിരിക്കണം, നേതാവെന്ന് പറഞ്ഞാൽ ഇങ്ങനെയായിരിക്കണം. അല്ലാതെ നമ്മളെ പോലെ മുമ്പന്തിയിൽ നിന്ന് പ്രസംഗിക്കുകയാണ്, അടി വരുമ്പോ ജീവനം കൊണ്ടോടുകയല്ല. ആദ്യം പോകുന്നത് മതാ നേതാവാണ്, പിന്നെയാണ് അണികളാണ്. എങ്കിലും നബി തങ്ങളെ നേരെ തിരിച്ചാണ്. ആദ്യം അണികളെ മുഴുവനും മദീനത്തേക്ക് പറഞ്ഞു വിട്ടു. അങ്ങനെ എല്ലാവരും പോയി കഴിഞ്ഞു. അവസാനം മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹിജ്റ പോകാൻ തീരുമാനിച്ചു. ഇബ്ലീസാണ് പോയി പറഞ്ഞു കൊടുത്തതെന്ന് ചരിത്രം പറയുന്നു. മുഹമ്മദ് നാട് വിടാ പോവുകയാ, മുഹമ്മദ് നാട് വിടാ പോവുകയാ. അതുകൊണ്ട് കൊല്ലണമെങ്കിൽ ഇന്ന് കൊല്ലണം, ഇനി ഒരിക്കലും അവസരമില്ല, ഇനി ഒരിക്കലും ചാൻസ് ഇല്ല. അങ്ങനെ അല്ലാഹുവിന്റെ പ്രവാചകനെ കൊല്ലാ എല്ലാ ഗോത്രങ്ങളിൽ നിന്ന് ആരോഗ്യമുള്ള ആയുധ പരിശീലനം നടത്തിയിട്ടുള്ള യോദ്ധാക്കളെ തെരഞ്ഞെടുക്കുകയാ. അങ്ങനെ എല്ലാവരും കടന്നു വന്നു. അവരോട് പറഞ്ഞു, ആരുടെ കയ്യിൽ കിട്ടിയാലും കൊന്നുകളയണേ, മുഹമ്മദിനെ കൊല്ലുന്നവന് സമ്മാനമുണ്ട്. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട് വളയുകയാണ്. ശത്രുക്കൾ മുഴുവനും വീട് വളഞ്ഞിരിക്കുകയാണ്. ഇറങ്ങുമ്പോ നബി തങ്ങളെ വെട്ടിക്കൊല്ലാ വാള് മുടി പിടിച്ചിട്ട് ശത്രുക്കൾ മുഴുവനും വീട് വളഞ്ഞ് കാത്തിരിക്കുമ്പോ അതാ വരുന്ന മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വരികയാണ്. നബിയേ, യാത്രയ്ക്ക് വേണ്ടി വീടിന്റെ പുറത്തിറങ്ങുമ്പോ ഒരു പിടി മണ്ണ് വാരണേ നബിയേ, ഒരു പിടി മണ്ണ് വാരണേ നബിയേ. വജഅൽനാ മിൻ ബൈനി ഐദീഹിം സദ്ദാ വമിൻ ഖൽഫിഹിം സദ്ദാ. നമ്മളൊക്കെ യാസീനിൽ ഓതുന്ന ആയത്താ. നമ്മൾ യാസീനില് ഇന്ന് വരെ ഓതുമ്പോ ചിന്തിച്ചിട്ടുണ്ടോ? വജഅൽനാ മിൻ ബൈനി ഐദീഹിം സദ്ദാ വമിൻ ഖൽഫിഹിം സദ്ദാ ഫഅഗ്ശൈനാഹും ഫഹും ലാ യുബ്സിറൂൻ. നബി തങ്ങളോട് പറഞ്ഞു കൊടുത്ത് ഒരു പിടി മണ്ണ് വാരിയിട്ട് ഈ ആയത്ത് പൊതിയിട്ട് ആ മണ്ണിലേക്ക് പൂതണേ നബിയേ. വാതില് തുറന്നിട്ട് നാലു ഭാഗത്തേക്കും വലിച്ചെറിഞ്ഞിട്ട് ഇറങ്ങി പോകണേ നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് യാത്രയ്ക്ക് വേണ്ടി തയ്യാറെടുത്തു. അലിയാര് തങ്ങൾ നബി തങ്ങളുടെ കൂടെയുണ്ട്. അലിയേ, ഞാൻ കടന്നിരുന്ന സ്ഥലത്ത് കടക്കുമോ അലിയേ? അലിയാര് തങ്ങളെ തയ്യാറായി. അല്ലാഹുവിന്റെ പ്രവാചകൻ ഒരു പിടി മണ്ണ് വാരിയിട്ട് ആയത്തോതിയിട്ട് ആ മണ്ണിലേക്ക് ഊതിയിട്ട് വാതില് തുറന്നിട്ട് ആ മണ്ണ് നാലു ഭാഗത്തേക്ക് വലിച്ചെറിഞ്ഞിട്ട് ഒരു പിടിച്ച വാളുമായി നബി തങ്ങളുടെ വീട് വളഞ്ഞിരുന്ന ശത്രുക്കളുടെ കണ്ണിന്റെ മുമ്പിലൂടെ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയല്ലോ.
രക്ഷപ്പെട്ടില്ലേ സഹോദരാ? ആറ്റം ബോംബ് കയ്യിൽ പിടിച്ചിട്ടല്ല, ബെൽറ്റ് ബോംബ് കെട്ടിയിട്ടല്ല, AK-47 പിടിച്ചിട്ടല്ല. ഈ ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം എന്തെന്നറിയോ? 5 നേരം നിസ്കരിക്കുന്ന പടച്ചറപ്പിനെ ഭയന്ന് ജീവിക്കുന്ന ഒരു സത്യവിശ്വാസിയുടെ കാൽച്ചുവട്ടിൽ കിടക്കുന്ന ഒരു പിടി മണ്ണുണ്ടല്ലോ, ആ മണ്ണിന് പോലും വല്ലാത്ത പവറാ. ആ ഒരു പിടി മണ്ണിന് പോലും വല്ലാത്ത പവറുണ്ടെന്ന് മനസ്സിലാക്കൂ. നബി തങ്ങൾ അവിടെ നിറങ്ങിപ്പോയി. ചരിത്രം പഠിച്ചവരാണല്ലോ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അതാ പ്രവാചകന്റെ കൂടെ പോവുകയാണ്. അവസാനം രണ്ടുപേരും ഗുഹയ്ക്കകത്ത് ഒളിച്ചിരിക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ അബൂബക്കർ തങ്ങളുടെ മടിത്തട്ടിൽ കിടന്ന് ഉറങ്ങുകയാണ്. അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ കൈകാല് വിറയ്ക്കുന്നുണ്ട്. നബി തങ്ങൾ ഞെട്ടി ഉണർന്നു. പേടിച്ച് വിറച്ചുകൊണ്ടിരിക്കുന്ന അബൂബക്കറിനോട് ചോദിച്ചു, എന്തേ അബൂബക്കർ, എന്തേ അബൂബക്കർ? അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ശത്രുക്കൾ ഗുഹയുടെ മുകളിലെത്തിയിരിക്കുന്നു നബിയേ, ശത്രുക്കൾ ഗുഹയുടെ മുകളിലെത്തിയിരിക്കുന്നു നബിയേ. അവരെങ്ങാണമൊന്ന് താഴേക്ക് നോക്കിയാ നമ്മളെ പിടിക്കുമല്ലോ നബിയേ, നമ്മളെ കൊല്ലുമല്ലോ നബിയേ. അവരുടെ കയ്യിലിരിക്കുന്ന വാളിന്റെ വെളിച്ചം പോലും ഈ ഗുഹയ്ക്കകത്ത് അടിക്കുന്നല്ലോ നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകനോട് അതാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് കരഞ്ഞുകൊണ്ട് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ഇരുന്ന് ചിരിക്കുകയാ, നബി തങ്ങൾ ഇരുന്ന് ചിരിക്കുകയാ. അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ ചോദിക്കുന്നു, എന്തേ നബിയേ ചിരിക്കുന്നത്, എന്തേ നബിയേ ചിരിക്കുന്നത്? ഖിയാമത്ത് നാൾ വരെയുള്ള മുസ്ലിമീങ്ങൾക്ക് പഠിക്കാ. അല്ലാഹുവിന്റെ റസൂൽ 1400 കൊല്ലം മുമ്പ് പറഞ്ഞ ഒരു ഹദീസാ. നബി തങ്ങൾ പറഞ്ഞ മറുപടി, അബൂബക്കർ, നമ്മൾ രണ്ടുപേരും മാത്രമല്ല, നമ്മൾ രണ്ടുപേരും മാത്രമല്ല, മൂന്നാമത് ഒരാള് നമ്മുടെ കൂടെയുണ്ട് അബൂബക്കർ. ആരാണെന്നറിയുവോ? ഈ ലോകം മുഴുവനും അടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ ലോകത്തിന്റെ അധിപനായ പടച്ച റബ്ബ് നമ്മുടെ കൂടെയുണ്ടല്ലോ. അബൂബക്കറെ, നമ്മളെയും പടച്ചതല്ലയാ, ഈ മുകളിൽ നിൽക്കുന്നവനെയും പടച്ചതല്ലയാ. ആ അല്ല നമ്മുടെ കൂടെയില്ലേ. ലാ തഹ്സന ഇന്നല്ലാഹ മഅനാ. അല്ല പറഞ്ഞ മറുപടിയാടോ, നബി തങ്ങൾ പറഞ്ഞ മറുപടിയാ. ഖിയാമത്ത് നാൾ വരെയുള്ള മുസ്ലിമീങ്ങളോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു തന്ന മറുപടിയാ. ലാ തഹ്സന ഇന്നല്ലാഹ മഅനാ. അല്ല നമ്മുടെ കൂടെയുണ്ടല്ലോ, പിന്നെ എന്തിനാ ഭയപ്പെടുന്നത്, പിന്നെ എന്തിനാ പേടിക്കുന്നത്? അല്ല നമ്മുടെ കൂടെയുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ആരെയാ ഭയപ്പെടേണ്ടത്? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ആ അള്ളയുണ്ടോ, ഇപ്പോഴും പടച്ചവനുണ്ടല്ലോ. ആ അല്ലാഹുവിലല്ലേ നമ്മൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് വലിപ്പം കണ്ട് ഭയപ്പെടണ്ട, വലിപ്പം കണ്ട് പേടിക്കണ്ട, ഭൂരിപക്ഷം കണ്ട് ഭയപ്പെടണ്ട. ഉസ്താദേ, അധികാരം മുഴുവനും അവരുടെ കയ്യിലാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ആരും പേടിക്കണ്ട. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ മഗ്രിബിന് പള്ളിയിൽ പോകുമ്പോ ഉസ്താദ് ഓതുന്ന ഒരു സൂറത്തുണ്ടല്ലോ, അലം തറ കൈഫ ഫഅല റബ്ബുക ബിഅസ്ഹാബിൽ ഫീൽ അലം യജഅൽ കൈദഹും ഫീ തദ്ലീൽ വഅർസല അലൈഹിം ത്വയ്റൻ അബാബീൽ. പേടിയുണ്ടാകുമ്പോ പോയിട്ട് ഒന്ന് ഓതി നോക്കണേ സഹോദരാ. ശത്രുക്കളുടെ വലുപ്പം കാണുമ്പോ, അധികാരത്തിന്റെ വലിപ്പം കാണുമ്പോ, ഭൂരിപക്ഷത്തിന്റെ വലിപ്പം കാണുമ്പോ പേടിച്ചു പോകുന്ന മുസ്ലിമേ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനില് സൂറത്തുൽ ഫീൽ എന്ന് പറയുന്ന അധ്യായമുണ്ടല്ലോ, ഒന്ന് ഓതി നോക്ക് സഹോദരാ, ഒന്ന്
ഓതി നോക്ക് പെങ്ങള്. എന്താണ് അല്ലാഹ് പറയുന്നതെന്നറിയോ? എന്താണ് അല്ലാഹ് പറയുന്നതെന്നറിയുമോ? അബ്രഹത്തെന്ന് പറയുന്ന ഒരു ഭരണാധികാരി, ലോകത്തിലെ ഏറ്റവും വലിയ ജീവിയായ ആനയുണ്ടല്ലോ, ആന എന്ന് പറയുന്ന ജീവിയുമായി അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയം പൊളിക്കാമെന്നതാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ കഅബാലയം പൊളിക്കാൻ മക്കക്കാരുടെ കയ്യിൽ ആനയില്ലല്ലോ. അതുകൊണ്ട് വലിയ ആനയുമായിട്ട് അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയം പൊളിക്കാമെന്ന അബ്രഹത്ത് അല്ലാഹു എന്ത് ചെയ്തെന്നറിയുവോ? കുരുവി എന്ന് പറയുന്ന ചെറിയ കിളിയുണ്ടല്ലോ, ആ കിളിയെ കൊണ്ട് അബ്രഹത്തിന്റെ ആനപ്പടയെ തകർത്ത് കളഞ്ഞത്. സഹോദരാ, പശുവ് പുല്ല് തിന്നിട്ട് ബാലൻസ് വരുന്നത് ചവിട്ടി തേക്കുന്നത് പോലെ അല്ലാഹു അബ്രഹത്തിന്റെ ആനപ്പടയെ തകർത്ത് കളഞ്ഞു എന്ന ചരിത്രം പറയുമ്പോ ഇത് വെറുതെ കഥ എഴുതി വച്ചിരിക്കുന്നതല്ല, എനിക്കും നിങ്ങൾക്കും പഠിക്കാരോ. അതുകൊണ്ട് ഈ സദസ്സിലിരിക്കുന്നവരോട് പറയുകയാ, തവക്കൽതു അലല്ലാഹ് എന്ന് പടച്ച റബ്ബിനെ പരമേൽപ്പിക്കുന്ന ഒരു മനുഷ്യനുണ്ടല്ലോ, അവൻ അല്ലാഹു കൊടുക്കുന്ന രണ്ടാമത്തെ പ്രതിഫലം അവൻ അല്ലാഹു മതിയാവുകയാണ്. അവൻ അല്ലാഹു മതിയാവുകയാണ്. എന്റെ റബ്ബന്റെ കൂടെയുണ്ടല്ലോ, എന്റെ റബ്ബന്റെ കൂടെയുണ്ടല്ലോ. എന്തിനാ ഭയപ്പെടുന്നത്? എന്തിനാ ഭയപ്പെടുന്നത്? അല്ല മതി പെങ്ങള്, അല്ല മതി ചെറുപ്പക്കാരാ, അല്ല മതിയടാ പൊന്നുമോര്. ഏത് പ്രതിസന്ധിയിലും നിന്നെ രക്ഷപ്പെടുത്താൻ അല്ലയുണ്ടല്ലോ. ആ വിശ്വാസമാണ് നമുക്ക് വേണ്ടത്, ആ ഉറച്ച വിശ്വാസമാണ് നമുക്ക് വേണ്ടത്. അവിടെയാണ് നമുക്ക് പലർക്കും പരാജയം സംഭവിച്ചത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, രണ്ടാമത്തെ പ്രതിഫലം എന്തെന്നറിയുവോ? ഇന്നല്ലാഹ ബാലിഹു അംരിഹി ഖദ് ജഅലല്ലാഹു ലികുല്ലി ശൈഇൻ ഖദറാ. പരിശുദ്ധമായ ഖുർആൻ ഇവിടെന്ന് പറയുകയാ, അല്ലയവന് മതിയാവുകയാണ്, അല്ല മതിയാവുകയാണ്, അല്ലാഹു നമുക്ക് മതിയാവുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഖുർആൻ പറയുന്ന മൂന്നാമത്തെ പ്രതിഫലം എന്താ? തവക്കൽതു അലല്ലാഹ് എന്ന് പറയുന്നവർക്ക് അല്ലാഹു കൊടുക്കുന്ന മൂന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? അല്ലാഹു അവർക്ക് ഉപജീവനം കൊടുക്കുകയാ. അല്ല തന്നെ തരുമടോ, കഴിക്കാനുള്ള ഭക്ഷണം അല്ലാഹു തരികയാണ്. ഉപജീവനത്തിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യുകയാണ്. അല്ലാഹു അവന് ഭക്ഷണം കൊടുക്കുകയാണ്. പരിശുദ്ധമായ ഖുർആൻ നബിതങ്ങൾ അവിടെന്ന് പറയുകയാ, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാണ്, അതാ കടപ്പുറത്ത് പോകുന്നവരാണല്ലോ, ഒടിഞ്ഞ വയറുമായിട്ട് അതാ രാവിലെ കൂട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്ന പറവകളുണ്ടല്ലോ, അതാ അടിച്ചു വരുന്ന തിരമാലകളുടെ നടുവിലൂടെ ആ പറവകൾ ഇങ്ങനെ പാഞ്ഞു പോവുകയാണ്. എവിടേക്കാണ്? അവരുടെ റിസ്ക് തേടിയിട്ട്, അവരുടെ ഭക്ഷണം തേടിയിട്ട്. അവസാനം വയറ് നിറച്ചു ഭക്ഷണം കഴിച്ചിട്ട് അതാ തന്റെ മക്കൾക്കുള്ള ഭക്ഷണവുമായിട്ട് ആ പറവകൾ തിരിച്ചു വരുന്നല്ലോ. അവർക്ക് ഭക്ഷണം കൊടുക്കുന്നതാരാ? അവർക്ക് ഭക്ഷണം കൊടുക്കുന്നതാരാ? അല്ലയാണ് ഭക്ഷണം കൊടുക്കുന്നത്. അതുകൊണ്ട് വഅദ കേൾക്കാമെന്നവര് തവക്കൽതു അലല്ലാഹ് എന്ന് പരമേൽപ്പിക്കുന്നവർക്ക് അല്ലാഹു നല്ല ഉപജീവനം കൊടുക്കുകയാ. ആരുടെ മുമ്പിലും കൈനീട്ടേണ്ട അവസ്ഥ വരൂല, ഒരാളുടെ മുമ്പിലും കൈനീട്ടി യാചിക്കേണ്ട അവസ്ഥ അല്ലാഹു വരുത്തൂല. പക്ഷേ അല്ല ആരാണെന്ന് പഠിക്കണം. ഒരു ഉദാഹരണം ഞാൻ പറയട്ടെ. മഹാനായ ഹാത്തിമുൽ അസം റളിയല്ലാഹു തആല അൻഹു, ഹാത്തിമുൽ അസം റളിയല്ലാഹു തആല അൻഹു തന്റെ ഭാര്യ സന്താനങ്ങളോടൊപ്പം തന്റെ കുടുംബത്തോടൊപ്പം വീട്ടിലിരിക്കുകയാണ്. അപ്പോഴാണ് കുറച്ച് ആൾക്കാര് കടന്നു വരുന്നത്. തങ്ങളെ, ഞങ്ങൾ ഈ വർഷം ഹജ്ജിന് പോവുകയാ. മഹാനായ ഹാത്തിമുൽ അസം റളിയല്ലാഹു തആല അൻഹു, ഹാത്തിമുൽ അസം റളിയല്ലാഹു തആല അൻഹുവിന്റെ വീട്ടിൽ ഇങ്ങനെ ഇരിക്കുമ്പോ കുറച്ച് ആൾക്കാർ വന്നിട്ട് പറഞ്ഞു, തങ്ങളെ ഈ വർഷം ഞങ്ങൾ ഹജ്ജിന് പോകുന്നുണ്ട്, ദുആ ചെയ്യണം, നിങ്ങൾ വരുന്നുണ്ടോ? മഹാനായ ഹാത്തിമുൽ അസം തങ്ങളോട് ചോദിച്ചു, നിങ്ങൾ ഹജ്ജിന് വരുന്നുണ്ടോ? മഹാനവറുകൾ പറഞ്ഞു, ഞാൻ പറയാം, അള്ളാഹു നിങ്ങളുടെ യാത്ര ഹൈറിലാക്കട്ടെ, പറഞ്ഞു വിട്ടു. മഹാനായ ഹാത്തിമുൽ അസം റളിയല്ലാഹു തആല അൻഹു തന്റെ ഭാര്യയും മക്കളും ഇരിക്കുമ്പോൾ പറഞ്ഞു, എനിക്കും ഹജ്ജിന് പോകണമെന്ന് ആഗ്രഹമുണ്ട്, എനിക്കും ഹജ്ജിന് പോകണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ
കുറച്ച് പൈസ മാത്രമേ ഉള്ളൂ, ഹജ്ജിന് പോകണമെന്ന് ആഗ്രഹമുണ്ട്. ആ സമയത്ത് ഭാര്യയും മക്കളും പറഞ്ഞു, ഭാര്യ പറഞ്ഞു, ഹജ്ജിന് പോകാനുള്ള പൈസയൊക്കെ ഉണ്ട്, പക്ഷെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഞങ്ങൾ പട്ടിണിയായി പോകുമല്ലോ. ഹാത്തിമുൽ അസമ്മ തങ്ങളുടെ ഭാര്യ പറയാ, നിങ്ങൾ ഹജ്ജിന് പോയി കഴിഞ്ഞാൽ നിങ്ങൾ വരുന്നത് വരെ എങ്ങനെ ജീവിക്കും, ഞങ്ങൾ പട്ടിണിയായി പോകുമല്ലോ. ഞങ്ങൾക്ക് ആരാണ് ഭക്ഷണം തരുന്നത്, ആരാണ് ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് മക്കളും ഭാര്യയും തടസ്സം നിന്നു. ആ സമയത്ത് ഹാത്തിമുൽ അസം റളിയല്ലാഹു തആല അൻഹുവിന്റെ ഏറ്റവും ചെറിയ മകള്, ആ കുട്ടി എഴുന്നേറ്റ് നിന്നിട്ട് ചോദിച്ചു, വാപ്പാ നിങ്ങൾ ധൈര്യമായിട്ട് ഹജ്ജിന് പോ, ഭക്ഷണം തരുന്നത് വാപ്പയല്ല അള്ളയാ. ആ ചെറിയ മകള് എഴുന്നേറ്റ് നിന്നിട്ട് മറ്റുള്ള കൂടപ്പുറപ്പുകളുടെ മുമ്പിൽ നിന്നുകൊണ്ട് പറയാ, നിങ്ങളെന്താ, അള്ളയല്ലേ ഭക്ഷണം തരുന്നത്, വാപ്പയല്ലല്ലോ. അള്ളാഹുവല്ലേ നമുക്ക് ഭക്ഷണം തരുന്നത്, വാപ്പയല്ലല്ലോ തരുന്നേ. നിങ്ങൾ എന്താ പറയണേ, വാപ്പ നിങ്ങൾ ധൈര്യമായിട്ട് ഹജ്ജിന് പോ. ആരാ പറയണേ? ഏറ്റവും ചെറിയ മോള്. ഈ കുട്ടി ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോ ബാക്കിയുള്ളവർക്ക് പറയാൻ മറുപടിയില്ല, അള്ളയല്ലേ ഭക്ഷണം തരിക. അങ്ങനെ ഹാത്തിമുൽ അസം റളിയല്ലാഹു തആല അൻഹു ആ വർഷം ഹജ്ജിന് പോയി. ഹജ്ജിന് പോകാൻ തീരുമാനിച്ചു. ഹജ്ജിന് യാത്ര പറഞ്ഞു പോയി. കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ആ വീട്ടിൽ കഴിക്കാൻ ഭക്ഷണമില്ല, പട്ടിണിയായി. അങ്ങനെ ഒരു ദിവസമായി 2 ദിവസമായി ആ കുടുംബം വല്ലാത്ത പട്ടിണിയില്ല. വിശപ്പ് സഹിക്കാൻ കഴിയാതെ ഈ കുട്ടി വന്ന് ഭക്ഷണം ചോദിച്ചപ്പോ മറ്റുള്ള കൂടപ്പുറപ്പുകൾ പറഞ്ഞു, നീയല്ലേ പറഞ്ഞ അള്ള തരുമെന്ന്, അള്ളാടെ നിന്ന് മേടിച്ചോളാൻ. നീയല്ലേ പറഞ്ഞത് ഭക്ഷണം തരുന്ന അള്ളയാണെന്ന്, അള്ളാടെ നിന്ന് മേടിച്ചോ എന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ള കൂടപ്പുറപ്പുകൾ മുഴുവനും ഈ ചെറിയ മകളെ ഒറ്റപ്പെടുത്തി. ആ കുട്ടി കരഞ്ഞുകൊണ്ട് ഒരു സൈഡിൽ പോയിരുന്നു. ആ പൊന്നുമോള് കരഞ്ഞുകൊണ്ടൊരു ഭാഗത്ത് പോയിരുന്നിട്ട് ആ പൊന്നുമോള് 2 കൈയും ഉയർത്തിയിട്ട് വിളിക്കുന്നു, യാ മൗലാ, യാ സയ്യിദി, യാ മൗലാ. അള്ളാഹുവിനെ വിളിച്ചിട്ട് പറയുന്നു, പടച്ചോനെ, നീയാണ് ഭക്ഷണം തരുമെന്ന് പറഞ്ഞതിന്റെ പേരിൽ ഇവരെല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തുന്നു തമ്പുരാനെ. ആ പൊന്നുമോള് കരഞ്ഞുകൊണ്ട് റബ്ബിനോട് ദുആ ചെയ്തു. പിറ്റേ ദിവസം നേരം വെളുക്കുമ്പോ വീടിന്റെ വാതിലിൽ ഒരാൾ വന്നു കിടന്ന് അടിച്ചു വിളിക്കുകയാ. ഹാത്തിമുൽ അസം തങ്ങളുടെ ഭാര്യ വാതിൽ തുറന്നു നോക്കുമ്പോൾ ഒരു സുന്ദരനായ ഒരു മനുഷ്യൻ ചോദിക്കുന്നു, കഴിക്കാൻ വല്ലതും തരുമോ, കുടിക്കാൻ ഇത്തിരി വെള്ളമെങ്കിലും തരുമോ, യാചിക്കുകയാ. ഹാത്തിമുൽ അസം തങ്ങളുടെ ഭാര്യ കുടിക്കാൻ വെള്ളം എടുത്തു കൊടുത്തു. ആ മനുഷ്യൻ ആർത്തിയോടുകൂടെ വെപ്രാളത്തോടുകൂടി വെള്ളം ഇങ്ങനെ കുടിച്ചിട്ട് ഇങ്ങനെ സമാധാനത്തോടെ ഇരിക്കുമ്പോ മഹദി അവിടെ നിന്ന് ചോദിച്ചു, നിങ്ങള് നല്ല പരിചയമുണ്ടല്ലോ, നിങ്ങൾ യാചിച്ച് നടക്കുന്ന ഒരാളെന്നുമല്ലല്ലോ, കാണുമ്പോൾ തന്നെ അറിയാം ഏതോ വലിയ കുടുംബത്തിൽ ജനിച്ചതാണെന്ന്. എന്തു പറ്റി നിങ്ങൾക്ക്, നിങ്ങൾ എവിടെ ഉള്ളതാ? അപ്പോഴാ മനുഷ്യൻ പറഞ്ഞു, ഞാൻ ഈ നാട്ടിലെ രാജാവാണ്. എൻ്റെ അനുയായികളുടെ കൂടെ എൻ്റെ സൈന്യത്തോടൊപ്പം ഞാൻ വനാന്തരത്തിലേക്ക് വേട്ടയ്ക്ക് പോയതാ, വഴിതെറ്റിപ്പോയി. അവരൊക്കെ എന്നെ തെരഞ്ഞു നടക്കുകയാ. ഞാൻ ദിവസങ്ങളായി ഭക്ഷണം കഴിച്ചിട്ട്, എൻ്റെ കയ്യിൽ ആവശ്യത്തിന് സ്വർണ്ണ നാണയങ്ങളുണ്ട്, പക്ഷെ ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി. ഞാൻ ഒറ്റപ്പെട്ടു പോയി, എൻ്റെ സൈന്യം ഇങ്ങനെ തെരഞ്ഞു നടക്കുകയാ എന്ന് ആ രാജാവ് പറയുമ്പോൾ ഹാത്തിമുൽ അസം റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭാര്യ പറയുന്നു, സുബ്ഹാനല്ലാഹ്, ഇന്നലെ എൻ്റെ പാവപ്പെട്ട മകള് വിശന്നിട്ട് ഈ വീടിനകത്ത് കിടന്ന് കരഞ്ഞു. ഇന്ന് രാജ്യത്തിൻ്റെ ഭരണാധികാരി തിന്നാനില്ലാതെ എൻ്റെ വീടിൻ്റെ മുറ്റത്ത് വന്നിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്, ഇതെന്ത് അത്ഭുതമാ പടച്ചവനെ. ഈ പെണ്ണിങ്ങനെ പറയുമ്പോ ആ രാജാവ് ചോദിച്ചു, ഇത് ആരുടെ വീടാ? അപ്പൊ പറഞ്ഞു കൊടുത്തു, ഇത് ഹാത്തിമുൽ അസം തങ്ങളുടെ വീടാണ്. എൻ്റെ പ്രിയപ്പെട്ടവർ, അപ്പോഴാണ് പെട്ടെന്ന് സൈന്യം ഇദ്ദേഹത്തെ കണ്ടുപിടിച്ചു. എല്ലാവരും ഓടി വന്നു. ആ മനുഷ്യൻ, ആ രാജാവ് തൻ്റെ അരയിലിരുന്ന സ്വർണ്ണ നാണയം എടുത്ത് ആ വീടിൻ്റെ മുറ്റത്ത് വെച്ചു. എന്നിട്ട് കൂടെ വന്നവരോട് മുഴുവനും പറഞ്ഞു, എന്നെ ഇഷ്ടപ്പെടുന്നവർ മുഴുവനും ഈ വീട്ടുകാരെ സഹായിക്കാൻ. അങ്ങനെ വീടിൻ്റെ മുമ്പിൽ സ്വർണ്ണ നാണയങ്ങൾ കൊണ്ട് നിറഞ്ഞു. നിമിഷ നേരം കൊണ്ട് അപ്പോഴും ആ കുട്ടിയിരുന്ന് കരയുകയാ. അപ്പോഴും ഹാത്തിമുൽ അസം തങ്ങളുടെ ചെറിയ മകളിരുന്ന് കരയുകയാ. രാജാവ് അടുത്ത് വിളിച്ചിട്ട് ചോദിച്ചു, മോളെ, ഇനി എന്തിനാ നീ കരയുന്നത്? മരിക്കുന്ന കാലം വരെ തിന്നാനുള്ളത് കിട്ടിയല്ലോ, ഇനി മരിക്കുന്ന കാലം വരെ നിങ്ങൾക്ക് ജീവിക്കാനുള്ളത് കിട്ടിക്കഴിഞ്ഞല്ലോ, ഇനി എന്തിനാണ് നീ കരയുന്നതെന്ന് ചോദിക്കുമ്പോ മഹാനായ ഹാത്തിമുൽ അസം റളിയല്ലാഹു തആല അൻഹു ആ മഹാനിന്റെ പൊന്നുമോള് പറഞ്ഞ മറുപടി എന്തെന്നറിയുവോ? അല്ലാഹുവിന്റെ അടിമയായ ഒരു മനുഷ്യൻ എന്റെ വീടിന്റെ മുറ്റത്ത് വന്നപ്പോ മരിക്കുന്ന കാലം വരെ കടിക്കാനുള്ള ഭക്ഷണത്തിനുള്ള സമ്പാദ്യം റബ്ബാ നിങ്ങൾ എനിക്ക് തന്നല്ലോ.
അല്ലാഹുവിന്റെ ഒരടിമ വിചാരിച്ചപ്പോ ഇനി മരിക്കുന്ന കാലം വരെ എന്റെ വീട്ടില് പട്ടിണിയില്ല. എന്നാൽ യജമാനനായ അല്ല നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ആ അല്ല എങ്ങാണം എന്റെ വീട്ടിൽ വന്നാൽ എന്തായിരിക്കും അവസ്ഥയെന്ന് ഓർത്തിട്ട് ഞാൻ സന്തോഷം കൊണ്ട് കരഞ്ഞതാ. പ്രിയപ്പെട്ട സഹോദരാ, എന്തിനാണ് ഞാനിത് പറഞ്ഞതെന്നറിയോ? ഇന്ന് മനുഷ്യർക്കില്ലാതെ പോയ ഒരു വിശ്വാസമാണ്. എല്ലാവരും പരക്കം പാച്ചിലാണ്, രാവും പകലും നടന്ന് അധ്വാനിക്കുകയാണ്. ഹലാലില്ല ഹറാമാണ്, ഹറാമാണോ ഹലാലാണോ എന്നാരും നോക്കാറില്ല. എല്ലാവർക്കും പണം വേണമല്ലോ, വാരി കൂട്ടാനുള്ള പരക്കം പാച്ചിലാണ്. അത് പടച്ചവനെ പിടിച്ചു പറിച്ചിട്ടാകട്ടെ, കള്ളത്തരം കാണിച്ചിട്ടാകട്ടെ, ഏത് വളഞ്ഞ വഴിയിലൂടെയാകട്ടെ, എല്ലാവരും സമ്പത്തിന്റെ പുറകെ കിടന്ന് പരക്കം പായുമ്പോ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, മക്കളെ ഭീഷണിപ്പെടുത്തുന്ന മാതാപിതാക്കളുടെ കാലമാണ്. പഠിക്കടാ. ഉമ്മമാരോട് എനിക്ക് പറയാനുള്ളത്, പെങ്ങള് മക്കളെ കൊല്ലല്ലേ ഉമ്മമാര്. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര് പഠിക്കേണ്ട ഒരു കാര്യം, ഈ പിഞ്ചു മക്കളോട് പറഞ്ഞു കൊടുക്കുന്ന കാര്യം എന്തെന്നറിയോ? പിഞ്ചു മക്കളോട് പറയുകയാ, നല്ലതുപോലെ പഠിക്കണേ, നല്ല മാർക്ക് വാങ്ങണേ, ഉന്നത വിജയം നേടണേ. എടാ, എങ്കിലേ നിനക്ക് ഭാവിയുണ്ടാകൂ. നല്ല ജോലി വേണം, നല്ല സാലറി വേണം, നല്ല കുടുംബത്തിൽ നിന്ന് പെണ്ണ് കെട്ടണമെങ്കിൽ ഇതൊക്കെ വേണമല്ലോ. എന്നിട്ട് അവസാനം ഉമ്മ പറഞ്ഞു കൊടുക്കുന്ന ഒരു മറുപടി, പണമുണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റൂ. അല്ലാഹുവേ, പിഞ്ചുമക്കളുടെ മനസ്സിലേക്ക് കുത്തിവെച്ച് കൊടുക്കുന്ന ഏറ്റവും വലിയ വിഷമാണ് എന്റെ പ്രിയപ്പെട്ട പെങ്ങള്. അതുകൊണ്ടാണ് +1 പഠിക്കുന്നവന് കഞ്ചാവ് കച്ചവടം നടത്തുന്നത്. എന്തിനാ? പെട്ടെന്ന് പണമുണ്ടാകാറ്, പെട്ടെന്ന് പണക്കാരനാകാറ്. അതാ വിദ്യാഭ്യാസമില്ലാത്തവരല്ല കുട്ടിയെ തട്ടിക്കൊണ്ടുപോയത് 10 ലക്ഷം രൂപയ്ക്ക് വേണ്ടി കൊലപാതകങ്ങൾ നടത്തുന്നത്, കള്ളത്തരങ്ങൾ കാണിക്കുന്നത്, വേശ്യാലയങ്ങൾ നടത്തുന്നത്, പടച്ചവനെ എന്തെല്ലാം ക്രൂരതകൾ ചെയ്യുന്നത്. എന്തിനാ സഹോദര? പണത്തിന് വേണ്ടിയല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു പറയുകയാ, നിങ്ങൾ പടച്ചറപ്പിലേക്ക് പരമേൽപ്പിക്കൂ. നിങ്ങൾ അല്ലാഹുവിലേക്ക് പരമേൽപ്പിച്ചാൽ അല്ലാഹു നിന്റെ കുടുംബത്തിൽ ഒരിക്കലും പട്ടിണി തരൂല. അല്ലാഹു നിന്റെ ഉപജീവനത്തിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യുകയാ. കടിക്കാനുള്ള ഭക്ഷണം അല്ലാഹു തരികയാ. അതുകൊണ്ട് ഈ വാഴ കേൾക്കാമെന്നവരോട് ചോദിക്കട്ടെ, എന്തിനാ കഷ്ടപ്പെടുന്നത്? രാവും പകലും കടന്ന് കഷ്ടപ്പെടുകയാണ്. എന്തിനാ സഹോദരാ നീ കഷ്ടപ്പെടുന്നത്? നിനക്കും നിന്റെ കുടുംബത്തിനും കടിക്കാനുള്ള ഭക്ഷണത്തിന് വേണ്ടിയല്ലേ? നിനക്കും നിന്റെ കുടുംബത്തിനും കടിക്കാനുള്ള ഭക്ഷണമല്ലേ വേണ്ടത്? അല്ല പറയുകയാ, ഞാൻ തരാ. ഈ സദസ്സിലിരിക്കുന്നവരോട് പറയുകയാ, നിങ്ങൾ അല്ലാഹുവിൽ പരമേൽപ്പിക്കടോ. അല്ലാഹുവേ, ഹറാബ് വേണ്ട, ഹലാലായ മാർഗത്തിൽ തന്നെ കച്ചവടം നടത്തൂ. എത്രയോ നല്ല കച്ചവടമുണ്ട്. എന്തിനാ കള്ളത്തരം പറയുന്നത്? എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, കള്ളസത്യം ചെയ്തിട്ട് കച്ചവടം നടത്താൻ പാടില്ല. എന്തിനാ കള്ളത്തരങ്ങളോ? ലാഭമെടുക്ക സഹോദരാ, നല്ലത് കൊടുത്തിട്ട് നീ പൈസ വാങ്ങിക്കോ, വേണ്ട എന്ന് പറയുന്നില്ല. പറ്റിക്കരുത്, വഞ്ചിക്കരുത്, കളിപ്പിക്കരുത്. എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, നിനക്ക് ചെറിയ കടയാണെങ്കിലും അല്ലാഹു നിനക്ക് ബർക്കത്ത് ചെയ്യണോ. അല്ലാഹു നിന്നെ രക്ഷപ്പെടുത്തണോ. എല്ലാ കാര്യങ്ങളും നിങ്ങൾ അല്ലാഹുവിലേക്ക് പരമേൽപ്പിച്ചാ നിനക്ക് വേണ്ടത് അല്ലാഹു നിനക്ക് തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, ഈ വല്ലാത്ത പ്രതിസന്ധിയുടെ സമയത്ത് ഇവിടെ ഒരുമിച്ച് കൂടിയവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ഭക്ഷണം വേണോ സഹോദരാ? മരിക്കുന്ന കാലം വരെ ഒരാളുടെ മുമ്പിലും കൈനീട്ടാതെ ജീവിക്കണമല്ലോ. ഇതിനല്ലേ നമ്മൾ കഷ്ടപ്പെടുന്നത്? ഇതിനു വേണ്ടിയല്ലേ നിങ്ങൾ കഷ്ടപ്പെടുന്നത്? എങ്കിൽ അല്ലാഹു പറയുകയാണ്, അല്ല
പറയുകയാ, ആർക്കാണ് ഭക്ഷണം വേണ്ടത്? ആർക്കാണ് ഭക്ഷണം വേണ്ടത്? ഞാൻ തരാ മനുഷ്യ, ഞാൻ തരാ മനുഷ്യ. നിങ്ങൾക്ക് കടിക്കാനുള്ള ഭക്ഷണം ഞാൻ തരാ. ഒരു ദിവസമല്ല, ഒരാഴ്ചയല്ല, ഒരു മാസമല്ല, ഒരു കൊല്ലമല്ല, മരിക്കുന്ന കാലം വരെ നിനക്ക് കടിക്കാനുള്ള ഭക്ഷണം ഞാൻ തരാമെന്ന് ഈ ലോകത്തിന്റെ അധിപനായ പടച്ചറപ്പ് അല്ല പറയുകയാ. തവക്കൽതു അലല്ലാഹ് എന്ന് പറയുന്ന മനുഷ്യന് കിട്ടുന്ന മൂന്നാമത്തെ ഗുണം, നിന്റെ ഉപജീവനം അള്ളാഹു ഏറ്റെടുക്കും. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ.